home to find where she belongs. Her mother's scared to leave her all alone, but she got time and she knows. ഹലോ മൈ ഡിയേഴ്സ്, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിമി അരുൺ ഗോവൻ. അപ്പോൾ ഇത് നമ്മളുടെ ലവ് സ്റ്റോറി പാർട്ട് 2 ആണ്. നമ്മൾ മറ്റേത് കുറച്ച് ലെങ്തി പോയതുകൊണ്ട് നിങ്ങളെ ഒറ്റ ഇരിപ്പിന് അങ്ങ് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് 2 നമ്മുടെ പാർട്ട് 2 ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ യൂട്യൂബിൽ നിന്നുള്ള Q&A ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാർ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട്. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് അങ്ങ് ഉത്തരം പറയാം. ജെനുവനായിട്ട് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം കേട്ടോ. ഞാൻ ഈ കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോ നേരത്തെ നമ്മൾ ലവ് സ്റ്റോറി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം Q&A. അപ്പം മീര വേലായുധൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്, എന്നിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ എത്ര സമയം എടുത്തു എന്ന്. ഞാനാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 3 days കഴിഞ്ഞു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരം കഴിഞ്ഞു. സോ പ്രപ്പോസൽ ഫോർമാലിറ്റി പ്രപ്പോസൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു. അപ്പോൾ അതൊരു അണ്ടർസ്റ്റുഡ് ആയിട്ട് അങ്ങ് പോയി, അങ്ങനെയായിരുന്നു. ചേച്ചി, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും കൂടിയാണ് ചോദിക്കാനുള്ളത്. വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് യുവർ പാർട്ട്ണർ? അത് ഞാൻ പറയാം. ഫസ്റ്റ് ഇംപ്രഷൻ, ഐ വാസ് വെരി മച്ച് ഇംപ്രസ്ഡ്. അതാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്, എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞു. ഗോപുവിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, അതന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. അടുത്തൊരു ചോദ്യമാണ്, ഡു യു മേക്ക് സാക്രിഫൈസസ് ഫോർ യുവർ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല അല്ലേ? അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള സാക്രിഫൈസ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് ദൈവം സഹായിച്ച് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ശ്രുതിയുടെ ക്വസ്റ്റ്യൻ ആണ്, ചേച്ചിക്ക് വേണ്ടി ചേട്ടൻ ആദ്യം പാടി തന്ന പാട്ട് ഏതാണ്? ഓർമ്മയുണ്ടെങ്കിൽ പാട്. നേരത്തെ ചോദിച്ചാൽ നീ പാട്. എനിക്കറിയാം, ഗോപു പാട്. ആലില മഞ്ചലിൽ നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം, ചാഞ്ചക്കം താമരപ്പൂമിഴിയിൽ ചാഞ്ചാടും സ്വപ്നമേതോ, തൂവൽ പൊന്നും തേനും നാവിൽ തേച്ചതാരോ, പാവക്കുഞ്ഞും കൂടെയാട് ആലില മഞ്ചലിൽ നീ ആടുമ്പോൾ ആടുന്നു കണ്ണായിരം. ഓർമ്മയുണ്ട് മെടുക്കൻ. ഈ ഒരു പാട്ട്, വാലിന്മേൽ പോവും നിലാവിൻ്റെ നീല ഭസ്മക്കുറി അണിഞ്ഞവളെ, ഈ പാട്ടുകളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. മൂവിങ് ഓൺ, മാരേജ് കഴിഞ്ഞിട്ടിപ്പോൾ എത്ര വർഷമായി എന്ന് ഐശ്വര്യ ചോദിച്ചിട്ടുണ്ട്. ഈ December 22 7 കൊല്ലം കറക്റ്റ് ആവും. 7 years. എൻ്റെ ദൈവമേ, നമ്മളുടെ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണ്? ഓൾവേസ് നമ്മുടെ പേര് വെച്ചിട്ട് എൻ്റെ ആർട്ട് എന്താണെന്നോ എല്ലാവരുടെയും ഡ്രീം അത് തന്നെയാണ്. എനിക്ക് പാട്ടുകാരനാവണം, കമ്പോസ് ചെയ്യണം, മ്യൂസിക് കമ്പോസർ ആവണം, ഒരു മ്യൂസിഷ്യൻ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യുക, ഒത്തിരി നല്ല ഫുഡൊക്കെ കഴിക്കുക, ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഹാപ്പി ആയിട്ട് നിൽക്കുക, ഇഷ്ടമുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഒരുമിച്ചുള്ള വളർച്ച. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗ്രോ ടുഗെദർ. യെസ്, കാരണം രണ്ടുപേരും ആർട്ടിസ്റ്റാണ്. ആ രണ്ടുപേരുടെയും ആർട്ട് മാക്സിമം ലെവലിലേക്ക് ഹാപ്പി ആയിട്ട്. അതെ, ഇപ്പൊ എന്റെ യൂട്യൂബിൽ കുറേ ഉണ്ട്. ഡ്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ വേറെ വലിയൊരു എപ്പിസോഡ് ചെയ്യാനുണ്ടാവും. ഗോവ എപ്പോഴും ആലോചിച്ചാലും പറയുന്നതാണ് ഒരു നല്ല സ്ഥലം, അവിടെ ഒരു കോഫി ഷോപ്പ്, ഇപ്പുറത്തൊരു ആയുർവേദിക് സ്പാ, അല്ലേ? സ്പാ അല്ല, നാലുകെട്ട് പോലത്തെ ആയുർവേദിക് ക്ലിനിക്, സ്വന്തം സ്റ്റുഡിയോ. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു യൂട്യൂബിന്റെ ഗോപുവിന് മ്യൂസിക് സ്റ്റുഡിയോ, എനിക്ക് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ, ഷൂട്ടും പ്രോപ്സും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു സെറ്റപ്പ്, ഹാപ്പി ആയിട്ട് ഇഷ്ടമുള്ള ജോലി ചെയ്തിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, ചേട്ടനും ചേച്ചിയും തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന്? 3 വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ. ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരിക? എനിക്കാണ്. പക്ഷെ എനിക്ക് അതേപോലെ അങ്ങ് ദേഷ്യം പോകും, ഞാൻ ഭയങ്കര പാവാണ്. ഷോർട്ട് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് തണുക്കും. When is your wedding anniversary? Most memorable moment in your life? When did you meet him first? Wedding anniversary? December 22nd. മോസ്റ്റ് മെമ്മറബിൾ ഡേ എന്ന് പറഞ്ഞാൽ December 31st 2012, പിന്നെ February 14,
ഓ വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14 എന്താണെന്നറിയോ? ഫസ്റ്റ് വാലന്റൈൻസ് ഡേക്കാണ് എൻ്റെ ചക്കരയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു മോഡത്. അതിൽ ഫസ്റ്റ് കിസ് 3 സൈക്കോസ് എന്ന ഐഡിയ എന്നാണ്. ഫസ്റ്റ് ട്രാവൽ എവിടേക്കായിരുന്നു മൂന്നാർ. മൂന്നാർ. അത് ട്രാവൽ ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നല്ലേ? ഷനാസും മേരയും കൂടി ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ബാക്ക് സീറ്റിലിരുന്ന് റൊമാൻറ്റിക് ആയിട്ട് മൂന്നാർ വരെ എത്തി. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. പക്ഷെ നമ്മൾ ശരിക്കും ട്രാവൽ ചെയ്ത് എങ്ങോട്ടാ ഫസ്റ്റ് ഓർമ്മയുണ്ടോ? നാഗ്പൂർ ആയിരുന്നു പ്രോഗ്രാമിന് പോയതാ. റോഷൻ ഗോവിന്റെ ഒരു ഷോയ്ക്ക് വേണ്ടി ഞങ്ങൾ ട്രാവൽ ചെയ്തു. ഗോവിന് വയറ്റിളക്കം പിടിച്ചു അതിന്. നിങ്ങൾ രണ്ടുപേരുടെയും ഫസ്റ്റ് പോയ കോഫി ഷോപ്പ് എവിടെയായിരുന്നു? ഞങ്ങൾ ഫസ്റ്റ് ഡേറ്റിംഗ് കനോപ്പി കൊച്ചിൻ. അതെ, അത് കഴിഞ്ഞ ബ്രെഡ് വേൾഡ് അല്ലേ കൊച്ചി. കൊച്ചിയിൽ നമുക്ക് ഒത്തിരി 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 മെമ്മറീസ് ഉണ്ട്. നിങ്ങളിൽ ആരാണ് അധികം തല്ലുകൂടാന്ന്? ഞാനാണ്. സോറി. വീട്ടുകാര്യങ്ങൾ ആരാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ഞാനാണ്. ഒന്നും ഓർമ്മയിലുണ്ടാവില്ല എന്നോട് പറയുന്ന കാര്യങ്ങൾ. പറഞ്ഞാലും മറന്നു പെട്ടെന്ന്. മറ്റേ പുറത്തു പോയിട്ട് ഒരു മണിക്ക് സാധനം ഒന്നും ഉണ്ടാവില്ല. വാങ്ങാൻ പോകുന്ന സാധനം വാങ്ങാതെ വരാറുണ്ട്. വെൽഡൺ മൈ ബോയ്, വെൽഡൺ. ഗീത പ്രമോദിന്റെ ക്വസ്റ്റ്യൻ ആണ്, മാരേജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹണിമൂൺ എങ്ങോട്ടായിരുന്നു? ഹണിമൂൺ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഹണിമൂൺ ഒന്നായിരുന്നില്ല, അത് ഗോകുന്റെ പ്രോഗ്രാമിന് ഹണിമൂൺ ആയിട്ട്. പിന്നെ നമ്മള് UK പോയി, ഓസ്ട്രേലിയ പോയി. UK അതും ഷോയ്ക്കായിരുന്നു. പക്ഷെ ഞാൻ എന്നെയും കൂടെ കൂട്ടി. അപ്പം അടിപൊളിയായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നു. സഫ്ന സപ്പുന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഫാമിലി റിയാക്ഷൻ എന്തായിരുന്നു? എൻ്റെ അമ്മയ്ക്ക് ആക്ച്വലി അമ്മ ഇത് കേൾക്കുകയാണെങ്കിൽ എന്നെ ചീത്ത പറയും. അമ്മയ്ക്ക് പ്രേമം എന്നുള്ളത് കട്ടക്കലിപ്പായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, നാട്ടിൻപുറം, അവിടെ ടീച്ചർ, അമ്മയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇത്. അത് കഴിഞ്ഞ അമ്മ ഗോപനെ വിളിച്ച് മോനെ കാണണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു ദിവസം പട്ടിണി കിടന്നു. അടുത്ത ദിവസം അമ്മ സമ്മതിച്ചു. സുജനെ വിളിച്ചു സിനിമ ഓടിപ്പോയിട്ട് കടക്കയിലേക്ക് ചാടുന്നു, കരയുന്നു. അങ്ങനെയൊന്നുമില്ല. അമ്മ ഫോൺ ചെയ്യുമ്പം ഞാൻ ഫോൺ എടുക്കില്ല, ഭക്ഷണം കഴിക്കൂല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതോ പോട്ടെ. പക്ഷെ 2 ദിവസത്തിനുള്ള അമ്മ സെറ്റായി, അത്രയേ ഉള്ളൂ. ചേച്ചിയുടെയും ചേട്ടൻ്റെയും ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളതും സാഡസ്റ്റ് ആയിട്ടുള്ളതുമായ മൊമെന്റ്സ് ഷെയർ ചെയ്യാമോ? ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് നമ്മുടെ വെഡിങ് അല്ലേ? വെഡിങ് ഡേ ഫസ്റ്റ് കണ്ട ദിവസം, പിന്നെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ, പിന്നെ ഫസ്റ്റ് ഡേറ്റിംഗ്, നമ്മുടെ കോഫി ഷോപ്പിൽ പോയില്ലേ. പിന്നെ നമ്മളെപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും ഹാപ്പിയസ്റ്റ് ആണല്ലേ? സാഡസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ തന്നെ സന്തോഷമൊക്കെ ആണല്ലോ. അതിങ്ങനെ ഇങ്ങനെ മാറി 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 വന്നു പോകും. രണ്ടുപേരിലും ആരാണ് കൂടുതൽ മിസ്ചീവിയസ് ആൻഡ് മെച്ചുവേർഡ്? മിസ്ചീവിയസ് ദേ ഇരിക്കണോ. മെച്ചുവേർഡ് ഞാൻ മെച്ചുവേർഡ് ആണോ? കുറച്ചല്ലേ. രണ്ടുപേരിലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് മെച്ചുവേർഡ് ഞാനാണ് കേട്ടോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് പോകു പറഞ്ഞു. മിണ്ടാതിരിക്കുന്നത്. വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന പരിപാടി രണ്ടുപേർക്കും ഇഷ്ടമല്ല. നമ്മൾ വേഗം സോൾവ് ചെയ്ത് സെറ്റ് ആവണം. അല്ലെങ്കിൽ ഒച്ചട്ടിട്ടാണെങ്കിലും സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം, അല്ലാണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. മിണ്ടാതിരിക്കാൻ സമ്മതിക്കില്ല, നമ്മൾ രണ്ടാളും സമ്മതിക്കില്ല. ഓക്കെ, വേഗം നമസ്തേ കേരളത്തിൽ വരാൻ പറ്റുമോ ചേച്ചി? വി മിസ് യു എന്ന്. അയ്യോടാ, എല്ലാവരുടെയും മെസ്സേജസ് കാണുന്നുണ്ട് കേട്ടോ. എന്താ നമസ്തേ കേരളത്തിൽ നിന്ന് പോയെന്നുള്ള റീസൺ ഡേ നമ്മളുടെ വീഡിയോ കഴിയുമ്പോൾ നമ്മൾ പറയും. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ചേച്ചിയോട് നല്ലപോലെ ദേഷ്യപ്പെട്ട ഒരു ഇൻസിഡന്റ് എന്താണ്? സെൻസർ. എനിക്ക് ഓർമ്മയില്ല, എന്തായിരുന്നു? എന്താ അധികം പണി കിട്ടാറ്? ഞാൻ ഈ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ആളൊന്നുമല്ല, ഫോൺ സൈലൻറ്റിൽ വെക്കാറുമില്ല. പക്ഷെ എപ്പോഴെങ്കിലും വൺസിനെ ബ്ലൂ മൂൺ എൻ്റെ സൈലൻറ്റിലായി പോയി, ഗോവിന് വിളിച്ചാൽ കിട്ടിയില്ല എന്നൊക്കെ അന്ന് തിരിച്ചു വന്നാൽ പിന്നെ എനിക്ക് അങ്ങനത്തെ മൊമെന്റ്സ്, അതായത് പേടി വരുന്ന മൊമെന്റ്സ് ചിലപ്പോൾ വരും. ഇടയ്ക്കാളൊന്ന് പേടിച്ചോ ഒരാവശ്യമില്ലാണ്ട്. അങ്ങനത്തെ ഇൻസിഡന്റ് ആണ്, അത്രയേ ഉള്ളൂ. കല്യാണത്തിന് മുൻപ് എത്ര നേരം വരെ രാത്രി ഫോണിൽ സംസാരിച്ചിരിക്കുന്ന സൂരജ് ജെ ചോദിച്ചിട്ടുണ്ട്. മണിക്കൂറുകളോളം. എന്നിട്ട് ആദ്യം ഉറങ്ങാരാന്നറിയോ? ഗോപു അല്ലേ? ഗോപു ആദ്യം കിടന്ന് ഉറങ്ങും. ഞാനിങ്ങനെ ഇരിക്കും, പാട്ടൊക്കെ പാടി തന്ന ആൾ ഉറങ്ങിപ്പോയി. പാട്ട് പാടി ഉറക്കാൻ പോയിട്ട് പാട്ട് പാടി ഉറങ്ങും. അതാണ് പരിപാടി. പ്രിയയുടെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണോ മാരേജ് നടത്തിയെടുത്ത് ചോദിച്ചിട്ടുണ്ട്. ദൈവം സഹിച്ച് നമുക്ക് അങ്ങനെ അധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതെ, കാരണം എൻ്റെ ഫാമിലി ആണെങ്കിലും രണ്ടുപേരുടെയും ഫാമിലി അവരവരുടെ ഇഷ്ടത്തിന് വാല്യൂ കൊടുക്കുന്ന ഫാമിലിയാണ്. എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നിങ്ങളാണ് ജീവിക്കേണ്ടത്, സോ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കേണ്ടത്. അല്ലാണ്ട് ഞങ്ങളൊരാളെ കൊണ്ട് തന്ന് അല്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിച്ച സാധനം പഠിച്ച് അല്ലെങ്കിൽ അവരുടെ വ്യൂ അല്ല, നമ്മുടെ വ്യൂ വേറെ തന്നെയാണെന്നുള്ള മനസ്സിലാക്കുന്ന ഒരു ഫാമിലിയാണ്. സോ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫാമിലി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അമ്മുവിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അമ്മു മിനൂസ്. ചേച്ചിയെ ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ സോങ് ഏതായിരുന്നു? അങ്ങനെ വല്ലതും തോന്നിയോ?
അയ്യോ സോങ് അങ്ങനെയൊക്കെ ഇത് ഭയങ്കര സിനിമയാണ്. കാരണം ഭയങ്കര ഇഷ്ടം തോന്നി. ഫസ്റ്റ് സൈറ്റിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഭയങ്കര സ്പാർക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ടൊന്നും തോന്നിയില്ല. കൃഷ്ണപ്രകാശിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചേച്ചി ആൻഡ് ചേട്ടാ, നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? രണ്ടുപേരെയും നല്ല ഇഷ്ടമാണ്. സ്പ്രെഡ് ലവ് ലൈക്ക് വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയ്യോടാ, ഞങ്ങളെ ബെഡ്റൂം അല്ല, നമ്മുടെ ഹാളിൽ ഒരു സോഫ ഉണ്ട്. അത് സോഫ കം ബെഡാണ്. അതങ്ങ് വലിച്ചിടുക, നെറ്റ്ഫ്ലിക്സ് തുറക്കുക, അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അത് കുറേ നേരം ഇരുന്ന് കാണുക. വർക്കില്ലാത്ത സമയത്ത് കേട്ടോ, ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ആ വർക്കില്ലാത്ത സമയത്ത് റിലാക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ മ്യൂസിക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ലതായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നവ്യാണ് ഫസ്റ്റ് ഗിഫ്റ്റ് ഫ്രം ചേട്ടൻ. ഫസ്റ്റ് ഗിഫ്റ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, വാലന്റൈൻസ് ഡേ ആണ് ഞങ്ങൾ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ഞങ്ങൾ കണ്ട മാസത്തിൻ്റെ നെക്സ്റ്റ് വന്ന ഫെബ്രുവരി വാലന്റൈൻസ് ഡേ. ഗോപു എനിക്കൊരു റെഡ് കളറിലുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊണ്ടു തന്നു. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയ ഡേറ്റിൻ്റെ അന്ന് എടുത്ത ഫോട്ടോ ഫ്രെയിം അല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു പിക്ക്. ഞാൻ അതിൽ കുറേ കുഞ്ഞു കുറേ സാധനങ്ങളുണ്ടായിരുന്നു. തുറക്കുമ്പോൾ മ്യൂസിക് വരുന്ന പെട്ടി, തീരെ ക്ലീശയല്ല. അതായിരുന്നു എനിക്ക് ആദ്യം തന്ന ഗിഫ്റ്റ്. ഇപ്പോഴും അതിൽ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, ലവിൻ്റെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സോബി ജിൽനയുടെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. വാട്ട് ഈസ് ദി ലവ്ലി ക്യാരക്ടർ ദാറ്റ് യു ഫൈൻഡ് ഇൻ യുവർ പാർട്ട്ണർ? ഞാൻ പറയാം, എൻ്റെ ആദ്യം പറയാം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആൾ ഭയങ്കര ലവിങ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര കെയറിങ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ കുറേ പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ ആൾക്കും ഇങ്ങോട്ട് ദേഷ്യം വരുള്ളൂ. അപ്പം അതാണ് എനിക്ക് ഏറ്റവും. പിന്നെ എല്ലാവരോടും ആൾക്ക് ഭയങ്കര കാര്യമാണ്. എനിക്ക് തോന്നിയത് ഭയങ്കര ജെന്യുവൻ ക്യാരക്ടറാണ്. അതായത് ജെന്യുവിനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ, നേരിട്ട് സംസാരിക്കുമ്പോൾ. പിന്നെ ഇതേപോലെ തന്നെ എൻ്റെ എല്ലാ നല്ലതിനും മോശത്തിനും ഒക്കെ കൂടെ നിൽക്കും. കാരണം എൻ്റെ സഹധർമ്മിണി എന്ന് പറയുന്നത് അതാണല്ലോ, ഈക്വൽ ഹാഫ്. സോ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കെയർ ചെയ്യുന്നതിൻ്റെ ഒരു 100 ടൈംസ് ഇപ്പം എപ്പോഴും കൂടെ നിൽക്കുമ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അസുഖം വരുമ്പോഴൊക്കെ അത് ആ ഒരു ഗോ ത്രൂ ചെയ്യുമ്പോഴാണ് അയ്യോ ഞാനിങ്ങനെ അല്ലല്ലോ ഞാൻ ആലോചിക്കാറ്. ശരി, നമുക്ക് ഹൂ ഈസ് മോർ റൊമാൻറ്റിക് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹീ ഈസ് മോർ റൊമാൻറ്റിക്. ഞാനാണോ? അതൊരു ക്രെഡിറ്റ് ആണല്ലോ, താങ്ക് യു. അല്ല, ഞാൻ കുക്കു വന്നതിന് ശേഷമാണ് ലൈറ്റ് വീട്ടിൽ തെളിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇരുട്ടത്ത് നിൽക്കുന്ന, എനിക്ക് ഇരുട്ട് കൂടുതൽ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. കുക്കു വന്നതിന് ശേഷമാണ് എല്ലാ വീട്ടിൽ എവിടെ നോക്കിയാലും കുഞ്ഞു മറ്റേ അതിനെന്താ പറയുക നമ്മളെ ഫെയറി ലൈറ്റ്സ്, മെഴുകുതിരിൻ്റെ അത്, കുഞ്ഞ് ലാംപ്സ്, അത് ഇത് റെഡ്, അതായത് ആ ഒരു മൂഡിലേക്ക് എന്നെ കൊണ്ടുവന്നത് കുക്കുവാണ്. അത് കണ്ടപ്പോഴാണോ ശരിയാണല്ലോ. അപ്പം അതിനുശേഷം ഞാനത് അങ്ങനത്തെ മൊമെന്റ്സ് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. Most irritating habit of ചേട്ടൻ and your habit which he get irritated. ഒരു സാധനം പറഞ്ഞാലുണ്ടല്ലോ അതങ്ങ് പറഞ്ഞു തീരണം, അല്ലെങ്കിൽ സമാധാനം വരില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഇതെന്താണെന്നറിയോ, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഹാബിറ്റ് നോക്കിയാൽ ആള് തീരെ കെയർ ചെയ്യില്ല. ചില സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഹീസ് ആബ്സെന്റ് മൈൻഡഡ്, വേറെ ലോകത്തൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ അത്രയും മലയാളം പറഞ്ഞത് വേസ്റ്റ് ആവും. ചില സമയത്ത് പറഞ്ഞു വിട്ട കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല. ചില സമയത്ത് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. ആര്യയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ചേച്ചി നിങ്ങൾ എപ്പോഴും പിണങ്ങിയിരിക്കാറുണ്ടോ? പിണങ്ങിയിരിക്കുമ്പോഴുള്ള ചേച്ചിയുടെ ആത്മഗതങ്ങളൊന്ന് ഷെയർ ചെയ്യാവുന്നേ. ഞാൻ വേണമെങ്കിൽ അഭിനയിച്ച് കാണിക്കാം, ഷെയർ ചെയ്യാന്നല്ല. ഒന്ന് വന്ന് മിണ്ടിയാൽ എന്താ, ഒന്ന് സോറി പറഞ്ഞാൽ എന്താ. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം സോറി പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എനിക്കത് പോരാ. ഒന്നോ ഞാനായിരിക്കും ഒരു രണ്ടാമത്തെ പ്രാവശ്യം ചിലപ്പോൾ നിന്റെ പിണക്കം പോയാലോ, 2 പ്രാവശ്യം ട്രൈ ചെയ്താൽ എന്താ. ഇതൊക്കെയാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊരു സാധനം എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗോപന് മനസ്സിൽ എന്താ വരാറുള്ളത്? ഞാൻ ഒന്നുമല്ല, വരട്ടെ വിചാരിക്കും ഇങ്ങോട്ട്. ഹൂസ് മോർ സെൻസിറ്റീവ്? ഐ ആം മോർ സെൻസിറ്റീവ്. പെട്ടെന്ന് സങ്കടവും ദേഷ്യമൊക്കെ വരും. ഓക്കെ, രണ്ടുപേരും കൂടെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ. അപ്പോൾ കുറേ സ്ഥലങ്ങൾ അവിടെ ഒരുമിച്ച് ട്രാവൽ ചെയ്തു. പിന്നെ ഒന്നാമത് ഏട്ടനുണ്ട്, ദിവ്യേശിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേ മെമ്മറബിൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എ ലോങ് ടേം ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അഡ്വൈസ് തരാനൊന്നും ഞങ്ങൾ അയച്ചില്ല. ഞങ്ങളും ഇപ്പോൾ ഒരു ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. ബിക്കോസ് 2 പേഴ്സണാലിറ്റീസാണ് അവിടെ ഉണ്ടാകുന്നത്. ടൈം പോകുന്നവർ യു വിൽ ഗെറ്റ് ടു നോ ഈച്ച് അതർ റിയലി വെൽ. അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നാച്ചുറലി ഫോം ചെയ്യും. ആശിർ വാസുദേവ് ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് കിസ് വെൻ ആൻഡ് വെയർ? ഞാൻ നേരത്തെ പറഞ്ഞു, ഫെബ്രുവരി 14 ഫസ്റ്റ് വാലന്റൈൻസ് ഡേ.
ഓക്കെ, അപ്പം ഞാൻ അന്ന് ഫെബ്രുവരി 14 കുറേ ഗിഫ്റ്റും കൊടുത്തു, മധുരമായിട്ടൊരു ഉമ്മയും കൊടുത്തു. എവർ മെമ്മറബിൾ. ആർക്ക്? എനിക്ക്. അലീനയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായിട്ട് കാണാൻ പോയ സിനിമ ഏതാന്ന്? പറ ഏതാ? എനിക്ക് ഓർമ്മയില്ല. ആ, നന്നായി, ഭാഗ്യം. ഞാൻ വിചാരിച്ചു തീർന്നു. ഏതായിരുന്നു? എനിക്ക് സത്യം, ഞാൻ എപ്പോഴത് ആലോചിക്കാറുണ്ട് ഏത് സിനിമയാണ് ആദ്യം കണ്ടത്. സത്യമായിട്ട് എനിക്കത് ഓർമ്മ വരാറില്ല. കുറേ സിനിമകൾ ഞങ്ങളിങ്ങനെ പോയി കാണുന്നോണ്ടായിരിക്കും അല്ലേ? ഇഷ്ടം പോലെ സിനിമ കണ്ടിട്ടുണ്ട് ആ സമയത്ത്. അതെ. അരുൺ ചേട്ടൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടുമ്പോൾ നിമ്മി ഫാൻ ആയിരുന്നോ? ഞാനൊരു കട്ട ഫാൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നീതു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു നീതു. ഞാനങ്ങനെ ഭയങ്കര ഫാൻ ആയിരുന്നില്ല, ബട്ട് ഐ ലൈക്ക് ഹിം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലവ് സ്റ്റോറിയിൽ ആ ഒരു കൂൾ ആറ്റിറ്റ്യൂഡും പാട്ടും ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഭയങ്കര ഫാൻ എന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ ഞാൻ കണ്ട അന്ന് മുതൽക്കേ ഫാനാണ്. അയ്യോടാ. അപ്പം നിർത്താം, മതിയായോ? മതിയായി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ Q&A സെഷൻ? അപ്പോൾ ഇതിൽ പറയാനുള്ള വലിയൊരു സാധനം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റ്, ഒരു ഹാപ്പി കാര്യം നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടും ടിൽ ദ എൻഡ് വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ഗോപുദേ ആ ഒരു കാര്യം നിങ്ങളോട് ഇപ്പോൾ പറയുന്നതാണ്. ആൻഡ് ഹാപ്പിലി വി ആർ അനൗൺസിങ്, ഞങ്ങൾക്കൊരു കുഞ്ഞുവാവ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഹാപ്പി അനൗൺസ്മെന്റ്. നിങ്ങൾ എന്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് പല ആൾക്കാരും ചില കമന്റ്സ് ഒക്കെ ഇട്ടിരുന്നു, ലിറ്റിൽ ബംപ് ഒക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പൊ അതിനൊന്നും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല, ബിക്കോസ് ഒരു പ്രോപ്പർ മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു നിങ്ങളോട് പറയാൻ. സോ ദിസ് റൈറ്റ് ടൈം. കുഞ്ഞു ബേബി ഇൻസൈഡ് and we are കട്ട വെയിറ്റിംഗ്. അപ്പോൾ നമസ്തേ കേരള ഷോയിൽ നിന്നും എന്താ പോയത് എന്നൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോൾ നോക്കിയാലും ഇൻബോക്സിൽ മെസ്സേജസ് ആണ്. ബിക്കോസ് നമ്മുടെ ഷോയുടെ വ്യൂവേഴ്സ് അത്രമാത്രം എനിക്ക് ഫാമിലി പോലെയാണ്. അപ്പോൾ അവരെപ്പോഴും ചോദിക്കും എന്തിനാണ് നമസ്തേ കേരളത്തിൽ നിന്ന് പോയത്, സൂര്യ മ്യൂസിക്കിൽ നിന്ന് പോയത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 5 months എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ചാനലിൽ എവറി ഡേ ലൈവ് മോർണിംഗ് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. 5 months കഴിയുന്നവരെ ഞാൻ വന്നു അധികം. അപ്പോൾ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷേ ഒരു ഹെൽത്ത് കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ടൊരു കുഞ്ഞു ബ്രേക്ക് എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും, അതായത് ഞങ്ങളുടെ വളർച്ചയ്ക്കും കുഞ്ഞു വാവയ്ക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും നിമ്മി അരുൺ ഗോപൻ്റെ ചാനലിലും അരുൺ ഗോപൻ ലൈവ് എന്ന ചാനലിലും ഇഷ്ടംപോലെ മ്യൂസിക് ഒക്കെ ആയിട്ട് ഗോപന്റെ ചാനലിലും പിന്നെ ഒരുമിച്ച് ഞങ്ങളും ഒക്കെ ഇനി വരുന്നതാണ്. ഐ ഹോപ്പ് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സൈനിങ് ഓഫ് പറയാം. അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ ശരി, ദിസ് ഈസ് അരുൺ ഗോപൻ ആൻഡ് ദിസ് ഈസ് നിമ്മി അരുൺ ഗോപൻ. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. ആൻഡ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം എന്തായാലും പ്രാർത്ഥിക്കുക, ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. This is Arun Goban. This is Nimmi Arun Goban signing off from Adrapalli. Bye. She left her home to find where she belongs. Her mother's scared to leave her all